വാർത്തയാണ്. മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഹർജി തീർപ്പാക്കിയത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ഉള്ളതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പരാതിക്കാരൻ ഉണ്ണി മുകുന്ദന്റെ മാനേജറായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കേസ് ഡയറിയിൽ പറയുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ഉള്ളതെന്ന് രേഖപ്പെടുത്തിയാണ് കോടതിയുടെ നടപടി. അതിനിടെ വിവാദങ്ങളിൽ പ്രതികരിക്കാൻ നടൻ ഉണ്ണി മുകുന്ദൻ ഇന്ന് വൈകിട്ട് 4:30 കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിന് പിന്നാലെ ഉണ്ണി മുകുന്ദനും മാനേജർ വിപിൻ കുമാറും പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഉണ്ണി മുകുന്ദൻ വിശദീകരിച്ചത് താൻ ഇതേ രീതിയിലൊരു മർദ്ദിച്ചിട്ടില്ല. പക്ഷേ CCTV പരിശോധിച്ചപ്പോൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളൊക്കെ ലഭിച്ചെങ്കിൽ പോലും ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് നവമി? നേരത്തെ തന്നെ പോലീസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. നിസ്സാരമായ വകുപ്പുകൾ, അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല എന്ന കാര്യം കൂടിയാണ് പോലീസ് വ്യക്തമാക്കിയത്. ഒപ്പം ഈ സംഭവം നടന്ന, ഈ മർദ്ദനം നടന്നു എന്ന് പറയുന്ന വിപിന്റെ കാക്കനാട്ടത്തെ ഫ്ളാറ്റിലെത്തി അന്വേഷണ സംഘം അതിന്റെ പാർക്കിങ്ങിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിരുന്നു. ആ ശേഖരിച്ച ദൃശ്യങ്ങളും കേസ് ഡയറിയും ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നതെന്ന്. ഇതുകൊണ്ടുകൂടി പരിഗണിച്ചാണ് ഇത് മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കിയെന്ന കോടതി വ്യക്തമാക്കുന്നത്. ഇതിലിനിപ്പോൾ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഉള്ള വകുപ്പുകൾ തന്നെ നിസ്സാരമായ വകുപ്പുകളാണ്, സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് ഇനി കോടതിയുടേതായിട്ടുള്ള നടപടികളൊന്നും ആവശ്യമില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് കേസ് ഈ മുൻകൂർ ജാമ്യ ഹർജി ഒത്തുതീർപ്പാക്കിയെന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഉണ്ണി മുകുന്ദന്റെ പ്രധാനപ്പെട്ട വാദം ഈ വിപിൻ മാനേജർ ആയിരുന്നില്ല എന്നാണ്. പക്ഷേ ഇന്ന് കോടതിയിൽ സമർപ്പിച്ച കേസ് ഡയറിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള വിപിൻ അത് പ്രതിയായിട്ടുള്ള ഉണ്ണി മുകുന്ദന്റെ, ആരോപണ വിധേയനായിട്ടുള്ള ഉണ്ണി മുകുന്ദന്റെ മാനേജർ തന്നെയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ച കേസ് ഡയറിയിലും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ പറഞ്ഞ വാദം പൊളിയുന്നു എന്ന കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. മർദ്ദിച്ച ദൃശ്യങ്ങളൊന്നുമില്ല, അതായത് താൻ ഈ വിപിനെ മർദ്ദിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് കണ്ടെത്തിയ ഈ CCTVയിലടക്കം ഉണ്ണി മുകുന്ദൻ മർദ്ദിക്കുന്നതായി മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4:30 ഉണ്ണി മുകുന്ദൻ ഇതുമില്ല ഒരു പ്രതികരണം നൽകുമെന്നാണ് അറിയുന്നത്. ഈ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു പത്രസമ്മേളനം ഇന്ന് വൈകിട്ട് 4:30 കൊച്ചിയിൽ വെച്ച് നടത്താൻ ഉണ്ണി മുകുന്ദൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ചില മാധ്യമങ്ങളിൽ ഇന്ന് ഈ ഹോട്ടലിലെ ഈ ഫ്ലാറ്റിലെ CCTV ദൃശ്യങ്ങൾ എന്ന പേരിൽ ചില ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ വിപിൻ പോലീസിനെ സമീപിക്കുവാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഉണ്ണി മുകുന്ദനും വിപിനും തമ്മിൽ ഈ പറയുന്ന ദിവസം സൗഹാർദ്ദപൂർണ്ണമായിട്ടാണ് സംസാരിച്ചതെന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതും തൻ്റെ ക്രെഡിബിലിറ്റി അടക്കം നശിപ്പിക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസിനെ സമീപിക്കുവാനും വിപിൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആ രീതിയിലേക്കാണ് പോലീസിന്റെ അന്വേഷണവും പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. ഇവിടെ ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ ദിവസം DGPക്ക് പരാതി നൽകിയിരുന്നു. ഈ കേസിന്, ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, തനിക്ക് വധഭീഷണിയുണ്ട്, തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്ക് അടക്കം ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും പരാതി നൽകിയത്. ഉണ്ണി മുകുന്ദന്റെ പരാതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഉണ്ണി മുകുന്ദൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഗൂഢാലോചന ഉണ്ടെങ്കിലും ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് കൂടി അറിയണ്ടേ? ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ണി മുകുന്ദൻ തുറന്നു പറയാനുള്ള സാധ്യതയുണ്ടോ? ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. വിപിന്റെ ആരോപണം അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ പ്രത്യാരോപണം എന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരണം. എന്തുകൊണ്ടാണ് വിപിൻ പെട്ടെന്ന് 6 വർഷമായി സുഹൃത്തായിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉണ്ണി മുകുന്ദനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നതിൽ അല്ലെങ്കിൽ ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചത്
സമീപിച്ചത് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. സിനിമാ മേഖലയിൽ ആരാണ് ഉണ്ണി മുകുന്ദനെതിരെ ഗൂഢാലോചന നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ സിനിമാ സംഘടനകളിൽ ബന്ധപ്പെട്ടിട്ടില്ല? അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ പരാതിപ്പെട്ടില്ല? എന്നീ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം നൽകേണ്ടതും ഉണ്ണി മുകുന്ദൻ തന്നെയാണ്. 2-ാം തീയതി താരസംഘടനയായ അമ്മയും ഫെഫ്കയും ചേർന്നുകൊണ്ട് ഈ ഉണ്ണിമുകുന്ദനെയും പരാതിക്കാരനായ വിപിനെയും ഇരുവരെയും വിളിച്ചു വരുത്തി ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യോഗം വിളിച്ചിട്ടുണ്ട്. അവിടെ രണ്ടുപേരോടും രാവിലെ തന്നെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ പറയുന്നത് പ്രകാരം സിനിമാ മേഖലയിൽ ഉണ്ണിമുകുന്ദനെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അത് സംഘടനയോട് പറയാനും അതിനൊരു പരിഹാരം കണ്ടെത്തുവാനും, അല്ലെങ്കിൽ ആരാണ് ഉണ്ണിമുകുന്ദനെതിരെ ഗൂഢാലോചന നടക്കുകയും ഉണ്ണിമുകുന്ദന് വരുന്ന അവസരങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത്, അതിൽ പരാതി നൽകാൻ ഉണ്ണിമുകുന്ദൻ തയ്യാറാകുമോ എന്നതൊക്കെ ഏറെ പ്രധാനമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മറുപടി ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ണിമുകുന്ദൻ നൽകുമെന്നാണ്. തീർച്ചയായും നവമി, നിലവിലെ താരസംഘടനയുടെ മുൻപാകെയും ഈ പരാതിയുണ്ട്. വിപിൻ കുമാർ താരസംഘടനകൾക്കും ഈ സിനിമാ സംഘടനകൾക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ചർച്ചയ്ക്ക്, ഒരു സമവായ ചർച്ചയ്ക്ക് ആരെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? ടോം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2-ാം തീയതി, അതായത് അമ്മ സംഘടനയുടെയും ഫെഫ്കയുടെയും നേതൃത്വത്തിൽ 2-ാം തീയതി അമ്മയുടെ കലൂരിലെ ഓഫീസിൽ വെച്ച് ഒരു യോഗം ചേരുന്നുണ്ട്. അവിടെ ഇരുവരോടും ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനോടും വിപിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് എന്താണോ പറയാനുള്ളത് അത് കേട്ടതിന് ശേഷം ഈ പ്രശ്നം പരിഹരിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് സംഘടനയും എടുത്തിരിക്കുന്നത്. കാരണം ഇത് വ്യക്തിപരമായിട്ടുള്ള ചില തർക്കങ്ങളാണെന്നാണ് സംഘടനകൾക്ക് മനസ്സിലായിട്ടുള്ളത്. വിപിൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് മർദ്ദിച്ചത് കൊണ്ട് മാത്രമാണ്. അതിനിടയിൽ കുറച്ച് നാളുകളായി ഇവർക്കിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പലരോടും പറഞ്ഞും അല്ലെങ്കിൽ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നു. ഒടുവിൽ കയ്യേറ്റം അടക്കമുള്ള കാര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് വിപിൻ പരാതിയുമായി പോലീസിനെ സമീപിക്കുവാനും തയ്യാറായത്. ഉണ്ണിമുകുന്ദൻ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ അത് തീർക്കാനുള്ള വ്യക്തികളല്ല ഉണ്ണിമുകുന്ദന്റെ കൂടെ ജോലി ചെയ്യുന്നതോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ എന്ന നിലപാടാണ് വിപിനുള്ളത്. ആ ഒരു മർദ്ദിച്ചു എന്നതിൽ മാത്രമാണ് വിപിന് പരാതി. മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ണിമുകുന്ദനുമായി സംസാരിച്ച് സംഘടനയോടെ ഇടപെട്ടുകൊണ്ട് തീർക്കാൻ തന്നെയാണ് ആ വിപിനും താല്പര്യപ്പെടുന്നത്. പക്ഷേ ഇനി ഉണ്ണിമുകുന്ദനോടൊപ്പം ജോലി ചെയ്യില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വിപിനും നിൽക്കുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4:30 നടൻ ഉണ്ണി മുകുന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണി മുകുന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്.